ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനൊരു അടിപൊളി കസ്റ്റാർഡ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓവണും ബീറ്ററും കോഴിമുട്ടയൊന്നും ഇല്ലാതെയാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാര ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇതൊരു മീഡിയം മധുരം ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒരു 1/2 കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് കസ്റ്റേർഡ് പൗഡർ, 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇതിലേക്ക് 1 കപ്പ് പാല് കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലൊരു ബാറ്ററാക്കി എടുക്കണം. നല്ല തിക്കും ആവാൻ പാടില്ല, അതുപോലെ തന്നെ നല്ല ലൂസും ആവാൻ പാടില്ല. ഇതിലേക്ക് ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ടൂട്ടി ഫ്രൂട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുക കേട്ടോ. ആർക്ക് വേണമെങ്കിലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടൂട്ടി ഫ്രൂട്ടി കസ്റ്റേർഡ് കേക്കാണിത്. ഇപ്പോൾ ടൂട്ടി ഫ്രൂട്ടി ഇല്ല എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, ഇത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചെറി ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതൊരു കുക്കറിലേക്ക് മാറ്റാം. കുക്കറിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ബാറ്റർ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതേപോലെ ഒരു തട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ കുക്കർ വെക്കുക. വെയിറ്റ് ഇടാതെ വേണം വേവിച്ചെടുക്കാനായിട്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. ഒരു അരമണിക്കൂറൊക്കെ ആകുമ്പോഴത്തേനും ഇതേപോലെ സെറ്റായി കിട്ടും. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ അത്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ഉണ്ടായിരുന്നു. മധുരമൊക്കെ പാകമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത സിമ്പിൾ വീഡിയോ ആയിട്ട് കാണാം അടുത്ത ദിവസം തന്നെ. താങ്ക് യു.